2009 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വൈകിയിറങ്ങിയ കെ.വി. തോമസ് ഇത്തവണ കാലേകൂട്ടി പ്രചരണത്തിനിറങ്ങിയത് ഗുണമായെന്നാണ് കെ.വി. തോമസിന്റെ ഭൂരിപക്ഷം വ്യക്തമാക്കുന്നത്. മണ്ഡലത്തിലെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ക്രിസ്റ്റി ഫെർണാണ്ടസ് 2,66,794 വോട്ട് നേടിയപ്പോൾ UDF സ്ഥാനാർത്ഥി കെ.വി. തോമസ് 3,53,841 വോട്ടിന്റെ പിൻബലത്തിലാണ് വീണ്ടും ലോക്സഭയിലെത്തുക. മണ്ഡലത്തിലെ വിജയം കൂട്ടായ്മയുടെ വിജയമായിട്ടാണ് പ്രൊഫസർ കെ.വി. തോമസ് കാണുന്നത്. എറണാകുളത്തെ വിജയം UDFനും കോൺഗ്രസിനുമുള്ള വിജയമാണ്. അതുകൊണ്ട് തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു വിജയമാണ്. ഇത് വ്യക്തിപരമായ വിജയമല്ല, ഇതെൻ്റെ പ്രവർത്തകരുടെ. കഴിഞ്ഞ തവണ CPM സ്ഥാനാർത്ഥിയായ സിന്ധു ജോയിക്കെതിരെ 11,790 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തിലാണ് എറണാകുളം മണ്ഡലത്തെ കയ്യിലെടുത്തത്. 2009 BJP സ്ഥാനാർത്ഥിയായ AN രാധാകൃഷ്ണൻ 52,968 വോട്ടുകൾ നേടിയപ്പോൾ ഇത്തവണ 99,003 വോട്ടുകൾ നേടി നില മെച്ചപ്പെടുത്തി. മണ്ഡലത്തിൽ കന്നി അംഗത്തിനിറങ്ങിയ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി അനിത പ്രതാപ് 51,517 വോട്ടുകളിലൂടെ പാർട്ടിയുടെ സാന്നിധ്യം മണ്ഡലത്തിൽ ഉറപ്പിച്ചു. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനം പിടിച്ച നിഷേധ വോട്ടിനും കിട്ടി 9,727 സമ്മതിദാനാവകാശം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കൂടുതൽ തവണയും UDFനൊപ്പം നിന്ന എറണാകുളം മണ്ഡലം ഒരിക്കൽ കൂടി കെ.വി. തോമസിനും UDFനും ഒപ്പം നിന്നു. TV Now, കൊച്ചി.